ചോതി അയ്യത്ത് മൂലക്കട. വെൽക്കം ടു പൊറോട്ട ബീഫ് സീരീസ് എപ്പിസോഡ് 3. അപ്പോൾ നമ്മുടെ കരുനാഗപ്പള്ളിയിൽ 80 വർഷം പഴക്കമുള്ളൊരു ഹോട്ടലുള്ളത് നിങ്ങൾക്കറിയാമോ? നമുക്ക് നോക്കിയാലോ. അതെ, ചോതി അയ്യത്ത് മൂലക്കട. പേരിലൊരു വ്യത്യസ്തതയുള്ള ഹോട്ടൽ അല്ലേ? ഈ പേരിൽ മാത്രമല്ല വ്യത്യസ്തത, ഈ ഹോട്ടൽ നടത്തുന്ന ആൾക്കും ഒരു വ്യത്യസ്തതയുണ്ട്. ഈ കാണുന്ന മനുഷ്യൻ ഈ ഹോട്ടലിൻ്റെ ഓണർ. ഇദ്ദേഹം ഒരു ഇക്കയാണ്. ഇദ്ദേഹത്തിൻ്റെ കുടുംബ പേര് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ചോതി അയ്യത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പേര്. അപ്പോൾ മൂലക്കട എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ഹോട്ടലിൻ്റെ സൈഡിലായിട്ട് വേറൊരു 3 ഹോട്ടലും കൂടിയുണ്ട് ഇതേ പേരിൽ. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാണ് ആ ഹോട്ടൽ നടത്തുന്നത്. അപ്പോൾ ഒരു വ്യത്യസ്തത, അത് ഈ ഹോട്ടലായിരുന്നു ആദ്യം തുടങ്ങിയിരുന്നത്. അപ്പോൾ അതിനൊരു വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം അതിൻ്റെ കൂടെ മൂലക്കട എന്നുകൂടെ ചേർത്തു. അങ്ങനെയാണ് ചോതി അയ്യത്ത് മൂലക്കട എന്ന പേര് വന്നത്. അപ്പോൾ നമ്മൾ യൂഷ്വലി ഓർഡർ ചെയ്യുന്ന പൊറോട്ടയും ബീഫാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പൊറോട്ട കിട്ടാൻ അടിച്ച് റെഡിയാവാൻ ഒരു 10 മിനിറ്റ് താമസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നതാണ് ഈ കാണുന്ന ബോളിയും ഈ അച്ചപ്പവും. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു അച്ചപ്പം ഞാൻ കാണുന്നത്, ഈ ഒരു ഷേപ്പിലെ ബോളിയും. ഇവനാണ് ഇന്നത്തെ താരം, പൊറോട്ടയും ബീഫും. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മുടെ പൊറോട്ടയെയും നമ്മുടെ ബീഫിനെയും പെട്ടെന്ന് കഴിക്കാതെ അവർക്ക് പ്രണയത്തിലാവാൻ ഒരു സമയം കൊടുക്കണം. അവർ തമ്മിൽ പ്രണയത്തിലായി കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി സ്വാദാണ് ഈ പൊറോട്ടയും ബീഫും കഴിക്കാൻ. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ, അതായത് കുറച്ച് നേരം കറി ഒഴിച്ച് കുതിർത്ത് വെക്കുക എന്ന്. ഇനി കഴിച്ചു തുടങ്ങുക. അത്യാവശ്യം നല്ല ചൂട് പൊറോട്ടയ്ക്കുമുണ്ട് ബീഫിനുമുണ്ട്. അതുകൊണ്ട് കഴിക്കാൻ കുറച്ച് പാടാണ്. എന്തായാലും നല്ല കിടിലൻ പൊറോട്ട, ഒരു കുറ്റവും പറയാനില്ലാത്ത നല്ല പൊറോട്ടയും നല്ല ബീഫും തന്നെയാണ്. എല്ലാവരും ഒന്ന് വന്ന് കഴിച്ചു നോക്കുക. പിന്നെ ഇതിനൊരു സ്ട്രോങ് ചായയും കൂടി, അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കുക. ഇതിൻ്റെ ലൊക്കേഷൻ കരുനാഗപ്പള്ളി ചക്കുവള്ളി റോഡിൽ തഴവ കുറ്റിപ്പുറം ക്രിസ്ത്യൻ പള്ളിയുടെ ഓപ്പോസിറ്റുള്ള ചോതി അയ്യത്ത് മൂലക്കട. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.